ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. 2024 96ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമർ എന്ന സിനിമയാണ്. ഈ സിനിമയുടെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായത് ഓപ്പൺഹൈമർ എന്ന സിനിമയുടെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ്. 2023 95ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായത് എവരിത്തിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന സിനിമയാണ്. 2023 95ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായത് എവരിത്തിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന സിനിമയാണ്. 2023 95ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങായി തിരഞ്ഞെടുത്തത് RRR സിനിമയിലെ നാട്ടു നാട്ടു സോങ്ങാണ്. 2023 95ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങായി തിരഞ്ഞെടുത്തത് RRR സിനിമയിലെ നാട്ടു നാട്ടു എന്ന സോങ്ങിനാണ്. ഈ പാട്ടിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് MM കീരവാണിയാണ്. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഹ്രസ്വ ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ദി എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഡോക്യുമെൻ്ററിക്കാണ്. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഹ്രസ്വ ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ത്യ ഡോക്യുമെൻ്ററിയായ ദി എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഡോക്യുമെൻ്ററിക്കാണ്. ഇത് സംവിധാനം ചെയ്തത് കാർത്തികി ഗോൺസാൽവസ് ആണ്. 2023 72ാമത് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഷെയ്നീസ് പാലാസിയോസ് ആണ്. 2023 72ാമത് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഷെയ്നീസ് പാലാസിയോസ്. 2023 71ാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ക്രിസ്ത്യാന പിസ്കോവയാണ്. 2023 71ാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ക്രിസ്ത്യാന പിസ്കോവയാണ്. 2024 77ാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമർ ആണ്. 2024 77ാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായത് ഓപ്പൺഹൈമർ ആണ്. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിലും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമറിനെയാണ്. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച ചിത്രമായതും ഓപ്പൺഹൈമർ ആണ്. 2024 66ാമത് ഗ്രാമി അവാർഡിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ ആൽബം ഏതാണ്? ദിസ് മൊമെൻ്റ്. 2024 66ാമത് ഗ്രാമി അവാർഡിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ ആൽബം ദിസ് മൊമെൻ്റ് ആണ്. 2023 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഡോക്ടർ രവി കണ്ണൻ. 2023 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ഡോക്ടർ രവി കണ്ണനാണ്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ക്ലൗഡിയ ഗോൾഡിൻ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ക്ലൗഡിയ ഗോൾഡിനാണ്. 2023 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? ജോൺ ഫോസെ. 2023 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ഫോസയ്ക്കാണ്. 2023 സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? നർഗസ് മൊഹമ്മദി. 2023 സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് നർഗസ് മൊഹമ്മദിക്കാണ്. 2023 ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചവർ ആരൊക്കെയാണ്? പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ ലുലിയർ. 2023 ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചവർ പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ ലുലിയർ എന്നിവരാണ്. 2023 രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആർക്കൊക്കെയാണ്? മൗങ്കി ജി ബവേദി, ലൂയിസ് ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ്. 2023 രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചവർ മൗങ്കി ജി ബവേദി, ലൂയിസ് ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ് എന്നിവർക്കാണ്. 2023 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചവർ കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ എന്നിവരാണ്. 2023 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചവർ കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. 2023 യുനെസ്കോയുടെ അന്താരാഷ്ട്ര മാതൃഭാഷാ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മഹേന്ദ്രകുമാർ മിശ്ര.
2023 യുനെസ്കോയുടെ അന്താരാഷ്ട്ര മാതൃഭാഷാ അവാർഡ് ലഭിച്ചത് മഹേന്ദ്രകുമാർ മിശ്രയ്ക്കാണ്. 2022 27ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. 2022 27ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? LK അദ്വാനി, കർപ്പൂരി ഠാക്കൂർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നിവർക്കാണ്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ LK അദ്വാനി, കർപ്പൂരി ഠാക്കൂർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നിവരാണ്. 2024 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? M ഫാത്തിമ ബീവിയും O രാജഗോപാലും. 2024 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ M ഫാത്തിമ ബീവിയും O രാജഗോപാലുമാണ്. 2024 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? സദനം ബാലകൃഷ്ണൻ കഥകളി കലാകാരനാണ്. EP നാരായണൻ തെയ്യം, സത്യനാരായണ ബലേരി നെൽ കർഷകനാണ്. പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരനാണ്. മുനി നാരായണപ്രസാദ് ആധ്യാത്മിക ആചാര്യനാണ്. തിരുവിതാംകൂർ രാജകുടുംബാംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി. ഇത്രയും പേർക്കാണ് 2024 പത്മശ്രീ ലഭിച്ചത്. ഇവരുടെ പേരും ഇവരുടെ മേഖലയും കൂടി നമ്മൾ ഓർത്തു വെക്കണം. സദനം ബാലകൃഷ്ണൻ കഥകളി കലാകാരൻ, EP നാരായണൻ തെയ്യം കലാകാരൻ, സത്യനാരായണ ബലേരി നെൽ കർഷകൻ, പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരൻ, മുനി നാരായണപ്രസാദ് ആധ്യാത്മിക ആചാര്യൻ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി തിരുവിതാംകൂർ രാജകുടുംബാംഗം. 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? VP അപ്പുക്കുട്ടൻ പൊതുവാൾ സോഷ്യൽ വർക്കറാണ്. ചെറുവയൽ K രാമൻ കർഷകനാണ്. CI ഐസക് ചരിത്രകാരനാണ്. SRD പ്രസാദ് കളരി ആണ് അദ്ദേഹത്തിൻ്റെ മേഖല. ഇപ്പോൾ 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ VP അപ്പുക്കുട്ടൻ പൊതുവാൾ സോഷ്യൽ വർക്കറാണ്. ചെറുവയൽ K രാമൻ കർഷകനാണ്. CI ഐസക് ചരിത്രകാരനാണ്. SRD പ്രസാദിൻ്റെ മേഖല കളരിയാണ്. 2021 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് വഹീദ റഹ്മാനാണ്. 2021 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് വഹീദ റഹ്മാനാണ്. 2021 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് റോക്കട്രി ദി നമ്പി എഫക്റ്റ് എന്ന സിനിമയാണ്. 2021 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായത് റോക്കട്രി ദി നമ്പി എഫക്റ്റ് എന്ന സിനിമയാണ്. 2021 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസവ്യൂഹം എന്ന മലയാള സിനിമയാണ്. 2021 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസവ്യൂഹമാണ്. 53ാം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ മാത്രം അഭിനയിച്ച ചിത്രം ഏതാണ്? ദബാരി കുരുവി. ഇത് ഇരുള ഭാഷയിലുള്ള സിനിമയാണ്. ഇത് സംവിധാനം ചെയ്തത് പ്രിയാനന്ദനാണ്. 53ാം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ മാത്രം അഭിനയിച്ച ചിത്രമാണ് ദബാരി കുരുവി. ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടൊവിനോ തോമസ്. ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ടൊവിനോ തോമസിനാണ്. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? T പത്മനാഭൻ. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് T പത്മനാഭനാണ്. 2023 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? M ഫാത്തിമ ബീവിയും നടരാജ കൃഷ്ണമൂർത്തിയും. 2023 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചവർ M ഫാത്തിമ ബീവിയും നടരാജ കൃഷ്ണമൂർത്തിയുമാണ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണിദാസനാണ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണിദാസനാണ്. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ്? വിയപുരം ചുണ്ടൻ. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ച് സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി ഏതാണ്?
നീതിപാതയിലെ ധീരവനിത. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ച് സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയ ഡോക്യുമെൻ്ററിയാണ് നീതിപാതയിലെ ധീരവനിത. 2023 മലയാള സാഹിത്യ കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? EV രാമകൃഷ്ണൻ. 2023 മലയാള സാഹിത്യ കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് EV രാമകൃഷ്ണനാണ്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? ഗുൽസാറും ജഗത് ഗുരു രാം ഭദ്രാചാര്യയും. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഗുൽസാറും ജഗത് ഗുരു രാം ഭദ്രാചാര്യയുമാണ്. 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമാൾ മുരുകന്. 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മ. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ SK വസന്തനാണ്. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് ആരാണ്? പോൾ സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് പോൾ സക്കറിയയാണ്. 2023 47ാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2023 47ാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. കൃതി ജീവിതം ഒരു പെൻഡുലം. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രൻ. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണെന്ന കവിതാ സമാഹാരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്ര. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ്. 2021 നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 7. 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം എന്നിങ്ങനെ 7 മെഡലുകളാണ് 2021 നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത്. ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ താരം ആരാണ്? PV സിന്ധു. ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയ താരം PV സിന്ധു ആണ്. 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022 വേദി ചൈനയിലെ ഹാങ്ഷോ ആയിരുന്നു. 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022 വേദി ചൈനയിലെ ഹാങ്ഷോ ആണ്. ഏഷ്യൻ ഗെയിംസ് 2022 പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആരാണ്? M ശ്രീശങ്കർ. ഏഷ്യൻ ഗെയിംസ് 2022 പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം M ശ്രീശങ്കറാണ്. 2023 നടന്ന ICC പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണ്. 2023 നടന്ന ICC പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. 2023 ICC പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? ഇന്ത്യയിലാണ്. 2023 ICC പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യയാണ്. ഇന്ത്യ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 2. ഇന്ത്യ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23-നാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.